ഡെഫ്നെസ് എന്ന് പറയുന്നത് കേൾവിക്കുറവ് ഏറ്റവും വലിയ ഡിസബിലിറ്റിയിലൊന്നാണ്. കാരണം ബ്രെയിന് ആണല്ലോ നമ്മുടെ സിസ്റ്റം എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിൻ ഈസ് എ സൂപ്പർ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡേറ്റ വേണം. നമുക്ക് ബ്രെയിനിന് ഡേറ്റ കിട്ടുന്ന 5 പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ്. ഏതാണ്? കേൾവി, കണ്ണ്, മണം, രുചി, ടച്ച്. അതിൽ നിന്നാണ് ബ്രെയിൻ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇതിൻ്റെ 70% കാതിൽ കൂടെയാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്ന കാതിൽ കൂടെ അല്ലേ. കണ്ണ് 20% എന്ന് വേണേൽ പറയാം. ബാക്കി എല്ലാം കൂടെ 10% ഇൻഫർമേഷനാണ് ബ്രെയിനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാതിൽ കൂടെ പോകുന്ന ഇൻഫർമേഷൻ കേൾവിക്കുറവുള്ള ഒരാൾക്ക് ബ്രെയിനിലോട്ട് അധികം പോകില്ല. പോകാതിരുന്നു കഴിഞ്ഞാൽ ബ്രെയിനിനെ ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നവരാവും. കൈ ഒരു കൊല്ലം പ്ലാസ്റ്റർ ഇട്ടാൽ കൈ മാംസപേശി ശോഷിക്കുമെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ശോഷിച്ചു. അതോടെ നിങ്ങളുടെ ആൻസൈറ്റി കൂടും, ഓർമ്മക്കുറവുണ്ടാവും, സ്ട്രെസ്സ് കൂടും, അത് ഉറക്കം കുറയും. ഇങ്ങനെ കുറേ സിറ്റുവേഷനിൽ പോയി ക്രമേണ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ വിഡ്രോ ചെയ്ത് പോകുന്നൊരു സ്ഥിതി വരും. അവസാനം നമ്മൾ ഡിപ്രഷനിൽ അവസാനിക്കും. ഇതാണ് ഓൾഡ് ഏജ്. അതുപോലെ എല്ലാ സിസ്റ്റം ബാധിക്കും. ഓസ്റ്റിയോപൊറോസിസ്, പിന്നെ നമ്മുടെ ഡയബറ്റീസ് കൂടുക, അങ്ങനെ ഇതെല്ലാം ബ്രെയിനാണെന്നല്ല കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എല്ലാ സിസ്റ്റവും. അപ്പം ബ്രെയിൻ വീക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോകും. അപ്പോൾ അത് ഹിയറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രോപ്പർ ബ്രെയിൻ ഫങ്ഷൻ. ഇപ്പോൾ ഈ 90 വയസ്സോ 100 വയസ്സിൽ നിങ്ങളുടെ ഹിയറിങ് പ്രോപ്പറാണോ? 90% കേസുകളിലും ബ്രെയിനും പെർഫെക്റ്റ് ആയിരിക്കും. പറയാൻ മനസ്സിലല്ലേ? നേരെ മറിച്ച് നിങ്ങൾക്ക് 50 വയസ്സിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് 15 വയസ്സിൽ തന്നെ ഹൈ ഫ്രീക്വൻസി ഹിയറിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം 40-49 വയസ്സാകുമ്പോഴത്തേക്ക് കേൾക്കാൻ പറ്റും, ക്ലാരിറ്റി കാണത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ സൗണ്ട്. ലോകത്ത് തന്നെ പെർമനൻറ്റ് ഡെഫ്നെസ്സിൻ്റെ ഏറ്റവും നമ്പർ 1 റീസൺ അമേരിക്കയിൽ പോലും അവിടെ ഒന്നും ഇത്രയും നോയ്സ് ഇല്ല. എന്നിട്ട് പോലും അവിടെ പോലും നമ്പർ 1 റീസൺ ഈസ് ഈ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്. നോയ്സിൻ്റെ എഫക്റ്റ്, അമിത ശബ്ദം. ഈ അമിത ശബ്ദം എന്ന് പറഞ്ഞാൽ ലൗഡ്നെസ് മാത്രമല്ല, ചെറിയ സൗണ്ട് പോലും നമ്മൾ ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെവി പോയി. ചെവി എന്താ ചെയ്യുന്നത്? ഈ ശബ്ദത്തിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസായിട്ട് കൺവേർട്ട് ചെയ്ത് ബ്രെയിനിലോട്ടാണ് വിടുന്നത്. ചെവിയും ഡീജനറേറ്റ് ചെയ്യും, ബ്രെയിനും ഡീജനറേറ്റ് ചെയ്യും. നമ്മളൊരു മാരത്തോൺ ഓടിയാൽ നമ്മുടെ മാംസപേശിക്ക് എന്താ പറ്റുന്നത്? നമ്മുടെ കഴിക്കും അല്ലേ? നമ്മുടെ ഡള്ളേക്കോ അല്ല, നമുക്ക് കഴപ്പെന്ന് പറയത്തില്ല. അത് ഫറ്റീഗ് എന്ന് പറയും. സെയിം തിങ് വിൽ ഹാപ്പൻ ടു ഇയറിനകത്ത് നെർവ് സെല്ലുണ്ട്, ബ്രെയിനിലും നെർവ് സെല്ല്. ഇതെല്ലാം ഫറ്റീഗ് അടിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഫറ്റീഗ് അടിച്ചാൽ അത് ഡീജനറേറ്റ് ചെയ്യും. അതാണ് ബ്രെയിൻ സെല്ലുകൾ ഒരു സെല്ല് പോലും പോയാൽ പിന്നെ രണ്ടാമത് തിരിച്ചു വരരുത്. സോ അൾട്ടിമേറ്റ്ലി എന്ത് പറ്റി? അതാണ് നമ്മുടെ ഇമോഷണൽ ചേഞ്ചസ് വരും. കുറേ പ്രശ്നങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ട് ട്രെയിനിലൊക്കെ ഇരുന്ന് ഇതും വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങി പാട്ടും കേട്ട് കിടക്കുക. പക്ഷേ പാട്ട് ഉറങ്ങുമ്പോൾ നമ്മളെ നമ്മൾ സെൻസ് ചെയ്യത്തില്ല. പക്ഷേ ബ്രെയിനിലോട്ട് ആ ഇമ്പൾസ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് ഈ ഡിജിറ്റൽ നോയ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ആധുനിക കാലത്തെ ഒരു വലിയ പ്രശ്നമാണ്. നമുക്കൊരു ഒരു പാട്ട് ഏറ്റവും മിനിമം വോയിസിൽ വേണം കേൾക്കണമെങ്കിൽ 10-15 മിനിറ്റ് കേട്ടിട്ട് ഒരു 5-10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ആ ഫറ്റീഗ് വരത്തില്ല. നമ്മളൊരു 1 കിലോമീറ്റർ ഓടിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും 1 കിലോമീറ്റർ ഓടുന്നു എന്ന് തുല്യ. നേരെ മറിച്ച് 20 മിനിറ്റ് ഒന്നിച്ച് ഓടിയാൽ തീർന്ന്. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ മനസ്സിലാക്കണം. പൊതുവേ പറയണം, ഇതിൻ്റെ ശബ്ദത്തിൻ്റെ അമിത ശബ്ദം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സിറ്റികളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അത് ആൾക്കാരുടെ സ്ട്രെസ്സ് മലയാളികൾ കൂടുന്നതിൽ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്.